ഹായ് കൂട്ടുകാരെ, ഇന്ന് LP കുട്ടികൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വായനാദിന പതിപ്പ് നോക്കാം. ഉള്ളടക്കം: ആമുഖം, ജീവചരിത്രം PN പണിക്കർ, വായനാദിന കവിത മഹത് വചനങ്ങൾ, വായനാദിന ക്വിസ്, ഇന്നിൻ്റെ വായന. ആമുഖം: വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളെ ഓർമ്മിച്ചുകൊണ്ടാണ് ഓരോ വായനാ ദിനവും കടന്നു പോകുന്നത്. കാലത്തിന് അതീതമായി സഞ്ചരിക്കുന്ന വരികൾ തന്നെയാണ് ഇന്നും അവ. വിദ്യാഭ്യാസത്തിലൂടെ വായന എന്നതിനേക്കാൾ വായനയിലൂന്നിയ വിദ്യാഭ്യാസമാണ് ഓരോ കുട്ടിയും ശീലിക്കേണ്ടത്. ഇന്നും PN പണിക്കരുടെ സ്മരണാർത്ഥം ജൂൺ 19 വായനാ ദിനമായി നാം ആചരിച്ചു പോരുന്നു. ജീവചരിത്രം PN പണിക്കർ. 1909 മാർച്ച് 31 നീലംപേരൂർ എന്ന സ്ഥലത്ത് ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചു. അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച അദ്ദേഹം പിന്നീട് മലയാളികളുടെ വായനാഗുരുവായി അറിയപ്പെട്ടു. വായന പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 1926 സ്വന്തം ഗ്രാമത്തിൽ തന്നെ സനാതനധർമ്മം എന്ന വായനാശാല സ്ഥാപിച്ചു. 1972 സംഘടിപ്പിച്ച സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു മുദ്രാവാക്യം. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം 2014 PN പണിക്കർ സേവനം അനുഷ്ഠിച്ച സ്കൂൾ PN പണിക്കർ ഗവൺമെൻറ് LP സ്കൂൾ ആയി പുനർനാമകരണം ചെയ്തു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 2004 ജൂൺ 19 സർക്കാർ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. വായനാദിന കവിത. വായന എന്ന മധുരത്തെ നാവിൽ എന്നും നുണഞ്ഞിടേണം, അറിവുകൾ എന്നൊരു ലോകത്തെ അണയാനായൊരു വഴികാട്ടി, അത്ഭുത ലോകം സൃഷ്ടിക്കും പുസ്തകമാണെൻ ചങ്ങാതി. മഹത് വചനങ്ങൾ. വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. പുസ്തകത്തിന് പുത്തകം എന്നു പറയുമായിരുന്നു. പുത്തകം എന്ന വാക്ക് എനിക്ക് ഇഷ്ടമാണ്. പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത് പുത്തകം. കുഞ്ഞുണ്ണി മാഷ്. വിശക്കുന്ന മനുഷ്യ, പുസ്തകം കയ്യിലെടുക്കൂ, അതൊരു ആയുധമാണ്. ക്രിസ്റ്റഫർ മോർലി. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. ജോൺ ബർജർ. പുസ്തകമില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ക്രിസ്റ്റഫർ മോർലി. വായനാദിന ക്വിസ്. ഖുറാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വായന. മഹാഭാരതം രചിച്ചതാര്? വേദവ്യാസൻ. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ മുഖപത്രം ഗ്രന്ഥലോകം. എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം ദീപിക. ഇന്നിൻ്റെ വായന. വായനക്കാരേക്കാൾ വായനക്കാരാണ് എന്ന് ഭാവിക്കുന്നവരുടെ എണ്ണം പ്രതിദിനം കൂടുമ്പോൾ പിന്നെ വായനയുടെ പ്രാധാന്യം ചെറുതൊന്നുമല്ല. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, അല്ലെങ്കിൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് എത്ര ശരിയാണെന്ന് ഇന്നത്തെ സമൂഹത്തിൽ നോക്കിയാൽ മനസ്സിലാകും. രാഷ്ട്രീയവും സംസ്കാരങ്ങളും ഒന്നും ഇന്ന് വായനയിലൂടെ ഉരുത്തിരിയുന്നു എന്ന് ഒരു ഉറപ്പും പറയാനില്ല. 2020 വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്ന് രാജ്യത്ത് ഉടനീളം ഒരു നല്ല വായനാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് പൊതു സ്കൂൾ ലൈബ്രറികൾ ഗണ്യമായി വിപുലീകരിക്കുകയും അതോടൊപ്പം ഡിജിറ്റൽ ലൈബ്രറികൾ സ്ഥാപിക്കുകയും ചെയ്യുമെന്നതാണ്. ഇതിൽ നിന്നും വായനയുടെ പ്രാധാന്യം ഇന്നും പൊതുവിദ്യാഭ്യാസത്തിലും വിദ്യാലയത്തിലും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.